ഇടുക്കി അണക്കര ഗവൺമെന്റ് HSSൽ ഏഴാം ക്ലാസ്സുകാരനെ അധ്യാപകൻ മർദ്ദിച്ചതായി പരാതി. ചൂരൽ കൊണ്ട് അടിച്ചെന്നും മുട്ടിൽ നിർത്തിച്ച് കാലിൽ ചവിട്ടിയെന്നുമാണ് ആരോപണം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. இது முடியல ஒரு இது பண்ணும் தூசி விழும்போது அது தொட்டி விட்டதுக்கு எவனோ பறஞ்சு விட்டு சாருண்ட இப்போ நக்கல் அடிச்சதுன்னு சார் நல்லாயிட்டு அடிச்சு இது இப்போ இங்கே பிடிச்சிக்கிட்டு நல்லா கம்பு உடைய அடிச்சுட்டு இனி ஒரு கம்பு எடுத்து அடிச்சுட்டு நான் முட்டிக்கடை வச்சு இவட மிதிச்சுட்டு அடுத்து செவுடில் அடிச்சோம். எனக்கு இங்கே வலிக்குது இங்கே எல்லாம் ரொம்ப வலிக்குது, நடக்க முடியல. இந்த காலை ஒன்றுமே செய்ய முடியல, இந்த காலை அசைக்க கூட முடியல, தலை ரொம்ப வலிக்குது. இதெல்லாம் ஒன்றுமே செய்ய முடியல. ഈ വാർത്തയുടെ വിവരങ്ങൾ സുബിൻ തോമസ് നൽകും. സുബിനെ, എന്തൊരു കഷ്ടമാണ് ആ കുഞ്ഞ് പറയുന്നത് കേട്ട്. ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. എന്തിനായിരുന്നു ഈ അധ്യാപകൻ ഇത്ര ക്രൂരമായി ആ കുഞ്ഞിനെ മർദ്ദിച്ചത്? നിലവിൽ ഈ വാർത്ത വന്നിട്ട് ഒരുപാട് സമയമായി. ആ അധ്യാപകനെതിരെ എന്തെങ്കിലും നടപടി സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? പോലീസ് ഇതിൽ എന്താണ് പറയുന്നത്? മാത്രമല്ല, ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, പ്രത്യേകിച്ച് ഈ അധ്യാപകർ എന്തിനൊരു വടി പോലും എടുത്ത് അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ഈ അധ്യാപകനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാൻ കഴിഞ്ഞത്? മാത്രവുമല്ല, പറയൂ സുബിൻ. ഈ ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകനെ കളിയാക്കി എന്നാണ് അധ്യാപകൻ ആരോപിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള മർദ്ദനം ആ ക്ലാസ് മുറിയിൽ നടന്നു എന്ന് കുട്ടിയെ പരാതിപ്പെടുകയും ചെയ്യുന്നു. പ്രധാനമായും ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകന്റെ തലയിലേക്ക് ഒരു പൊടി വീണപ്പോൾ അത് തൂത്തുകളയുന്നതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി അധ്യാപകനെ കളിയാക്കി എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ ഈ ഏഴാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കുട്ടിയെ ഈ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ മുന്നിലേക്ക് വിളിച്ചു നിർത്തുകയും അവിടെ മുട്ടുകുത്തിച്ച് നിർത്തി ചൂരൽ വടി കൊണ്ട് അടിക്കുകയും മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടി ഈ കാര്യം മാതാപിതാക്കളെ അറിയിക്കുന്നത്. തുടർന്ന് കുട്ടിക്ക് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ശ്വാസമെടുക്കുന്നതിനുൾപ്പെടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് വണ്ടൻമേട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവിടെ നിന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സ്കൂൾ അധികൃതരും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അധ്യാപകനെതിരെ ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല. നിലവിൽ അന്വേഷണം നടന്നതിന് ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാം. എന്താണ് ഇത്തരത്തിൽ മർദ്ദനം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം നടക്കുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്നാണ് നിലവിൽ സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയുമാണ്. ശരി സുബിൻ, ഇതുവരെയും അധ്യാപകനെതിരെ അങ്ങനെ പറയത്തക്ക നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. എങ്കിലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അധ്യാപകന് സസ്പെൻഷൻ അല്ലെങ്കിൽ മറ്റ് നടപടികൾ അധ്യാപകനെതിരെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.